ഓരോ പരാതികളും അതാ അധികാരിയെ മുന്നിൽ നിർത്തിയിട്ട് ജനങ്ങളുടെ മുന്നിൽ വെച്ച് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പരസ്യമായിട്ട് വിചാരണ ചെയ്യുന്നു. ലാ യഖ്റുജു ഇലൈനാ ഹത്താ യതആലന്നഹാർ. രാജ്യത്തിന്റെ ചെങ്കോലും അധികാരവുമുള്ള ഒരു ഭരണാധികാരി, ഒരു രാജ്യത്തിന്റെ ചുമതലയുള്ള ഒരു ഗവർണർ, അദ്ദേഹത്തിന് ജനങ്ങളുടെ മുമ്പിൽ വെച്ച് അമീറുൽ മുഅ്മിനീൻ ഖലീഫത്തുൽ ഇസ്ലാം സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദ്യം ചെയ്യുന്നു. അദ്ദേഹം രാവിലെ വളരെ വൈകിയാണല്ലോ അദ്ദേഹം വരുന്നത്. ജനങ്ങളുടെ കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി, ജനങ്ങളുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കാൻ വേണ്ടി നേരം വൈകി വരുന്ന ഗവർണറിനോട് ഉമർ ഇബ്നുൽ ഖത്താബ് കാര്യമന്വേഷിക്കുന്നു. സഈദ് റളിയല്ലാഹു അൻഹു പറയുന്നു, വല്ലാഹി ഇൻ കുന്തു ലഅക്റഹു ദിക്റഹു. എന്തുകൊണ്ടാണ് ഞാൻ നേരം വൈകി താമസിച്ച് വരുന്നതെന്നതിന്റെ കാരണം അല്ലാഹു സത്യമായിട്ടും ഞാൻ പറയാൻ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ ഇതൊരു നിർബന്ധ സാഹചര്യമായതുകൊണ്ട്, എന്റെ മേൽ പരാതി ആരോപിക്കപ്പെട്ടത് കൊണ്ട് എനിക്ക് പറയാതിരിക്കാനും നിർവാഹമില്ല. ലൈസ ലി അഹ്ലി ഖാദിമുൻ. എന്റെ കുടുംബത്തിനൊരു ജോലിക്കാരനില്ല, എന്റെ ഭാര്യയ്ക്കൊരു സേവകനില്ല, ഒരു സേവകയില്ല, വീട്ടുജോലികളിൽ സഹായിക്കാൻ ആരുമില്ല. ഫഅജിനു അജീനി. അതുകൊണ്ട് ഞാൻ തന്നെയാണ് മാവ് കുഴയ്ക്കുന്നത്. പിന്നീട് ആ മാവൊന്ന് പരുവപ്പെട്ടു വരുന്നത് വരെ, അതൊന്ന് പൊളിക്കുന്നത് വരെ ഞാനൊന്ന് കാത്തിരിക്കും. എനിക്ക് ആവശ്യമായ ഭക്ഷണം ഞാൻ തന്നെയാണ് എൻ്റെ ഈ കൈ കൊണ്ട് പാചകം ചെയ്യുന്നത്. രാവിലെ എഴുന്നേറ്റ് മാവ് കുഴച്ചത് തയ്യാറാക്കി അത് വേണ്ടുന്ന രൂപത്തിൽ കൃത്യമായി പരുവപ്പെടുത്തി അത് ഭക്ഷണമാക്കി പാചകം ചെയ്ത് അത് കഴിച്ചതിന് ശേഷമാണ് ഞാൻ വരുന്നത്. എനിക്ക് ആവശ്യമായ ഭക്ഷണം എൻ്റെ കൈ കൊണ്ട് സ്വന്തമായി പാചകം ചെയ്ത് അത് ഭക്ഷിച്ചിട്ടാണ് ഞാൻ വരുന്നത്. പിന്നീട് ഞാൻ വുളൂ ചെയ്യും. അതിനുശേഷമാണ് എൻ്റെ ജനങ്ങളുടെ അടുക്കലേക്ക് ഞാൻ പോകുന്നത്. അതാ ഗവർണറിന്റെ മറുപടിയാണ്. അധികാരമുള്ള ഗവർണർ ഖലീഫയുടെ മുന്നിൽ എന്തുകൊണ്ടാണ് എല്ലാ ദിവസവും രാവിലെ വരുമ്പോൾ അദ്ദേഹം താമസിച്ചു വരുന്നതിന്റെ കാരണം ജനങ്ങളുടെ മുന്നിൽ ബോധ്യപ്പെടുത്തുന്നു. അതാ പിന്നെയും ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ചോദിക്കുന്നു, വാ തശ്കൂന മിൻഹു. ഇനി എന്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഗവർണറിനെ കുറിച്ചുള്ള പരാതി? അതാ ജനങ്ങൾ പറയുന്നു, ഞങ്ങളുടെ ഭരണാധികാരിയെ ഞങ്ങൾക്ക് രാത്രിയിൽ സമീപിക്കാൻ കഴിയില്ല. എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം വന്ന് രാത്രി സമയത്ത് അദ്ദേഹത്തിനെ ഒന്ന് കാണണമെന്ന് വിചാരിച്ചാൽ ലാ യുജീബു അഹദൻ ബിലൈൽ. രാത്രിയിൽ അദ്ദേഹം ആരെയും കാണാറില്ല. ഉടനെ സഈദ് ഇബ്നു ആമിർ എന്നവർ പറയുന്നു, മാ തഖൂലു ഇൻ കുന്ത ലഅക്റഹു ദിക്റഹു. ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, എന്താണ് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്? നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഇതിന്റെ വിശദീകരണം പറയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലെങ്കിലും, നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും, എന്താണ് സഈദ് ഇബ്നു ആമിറെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? ബഹുമാനപ്പെട്ടവർ മറുപടി പറയുകയാണ്, ഇന്നി ജഅൽതു النهار لهم
സഈദ് ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, എന്റെ പകൽ സമയം ഞാൻ ജനങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. വജഅൽതുൽ ലൈല ലില്ലാഹി അസ്സ വജൽ, എന്റെ രാത്രി സമയമുണ്ടല്ലോ അതെന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന രാജാതിരാജനായ അല്ലാഹുവിന് വേണ്ടി ആ സമയം ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ സഈദ് ഇബ്നു ആമിർ എന്ന് പറയുന്ന ഗവർണർ അദ്ദേഹത്തിന്റെ മറുപടിയാണ്, എന്തുകൊണ്ടാണ് ജനങ്ങൾക്ക് മുന്നിലേക്ക് വരുമ്പോൾ ഞാൻ താമസിക്കാനുള്ള കാരണം? എന്റെ വീട്ടിൽ സേവകന്മാരില്ല, എനിക്ക് ഖാദിമുകളില്ല. ഞാൻ കഴിക്കേണ്ട ഭക്ഷണം ഞാൻ എന്റെ കൈകൊണ്ട് സ്വന്തമായി പ്രിപ്പയർ ചെയ്ത് ഞാൻ അത് പാചകം ചെയ്ത് തയ്യാറാക്കി അത് കഴിച്ചിട്ടാണ് ഞാൻ വരുന്നത്. അതുകൊണ്ടാണ് രാവിലെ ലേറ്റ് ആകുന്നത്. എന്തുകൊണ്ട് രാത്രി നിങ്ങളെ ആർക്കും കാണാൻ പറ്റുന്നില്ല? രാത്രി സമയത്ത് നിങ്ങൾ ഒരാളുടെ മുന്നിലേക്കും വരുന്നില്ല. ഒരാൾ നിങ്ങളെ കാണാൻ ഉദ്ദേശിച്ച് വന്നാൽ നിങ്ങളെ കാണാൻ പറ്റുന്നില്ല. അപ്പോൾ പറഞ്ഞു, പകൽ സമയം ഞാൻ ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യുന്നു, രാത്രി എന്റെ റബ്ബിന് വേണ്ടിയുള്ള സമയമാണ്, ഞാൻ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ആ സമയം മാറ്റി വെച്ചിരിക്കുകയാണ്. മൂന്നാമത് ചോദിക്കുന്നു, വമാ തശ്കൂൻ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, എന്താണ് നിങ്ങൾക്ക് ഇനി ഗവർണറിനെ കുറിച്ചുള്ള പരാതി? ഉടനെ ജനങ്ങൾ പറയുന്നു, ഇന്ന ലഹു യൗമൻ ഫിശ്ശഹരി ലാ യഖ്റുജു ഇലൈനാ ഫീ, മാസത്തിൽ ഒരു ദിവസം ഞങ്ങളുടെ ഗവർണറെ വീടിന്റെ പുറത്തേക്ക് ഞങ്ങൾക്ക് കാണാൻ കിട്ടാറില്ല. അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് അദ്ദേഹം പുറത്തിറങ്ങാറില്ല. മാസത്തിൽ ഒരു ദിവസം അദ്ദേഹം മുഴുവൻ സമയവും വീട്ടിലാണ്. ആ വീട്ടിന്റെ വാതിൽ തുറന്ന് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുന്നത് ഞങ്ങൾക്ക് കാണാൻ കഴിയാറില്ല. ഉടനെ അമീറുൽ മുഅ്മിനീൻ ഉമർ തങ്ങൾ ചോദിക്കുന്നു, മാ തഖൂൽ, ഓ സഈദേ, ഇതിനെന്ത് മറുപടിയാണ് നിനക്ക് പറയാനുള്ളത്? ഉടനെ സഈദ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു പറയുന്നു, ലൈസ ലീ ഖാദിമുൻ യഗ്സിലു സിയാബി. ഓ അമീറുൽ മുഅ്മിനീനായ ഞങ്ങളുടെ നേതാവായ ഉമർ തങ്ങളെ, എനിക്കെന്റെ വസ്ത്രം കഴുകിത്തരാൻ ഒരു ഖാദിമില്ല. ഞാൻ ഈ ധരിച്ചിരിക്കുന്ന വസ്ത്രമല്ലാതെ മാറ്റി ധരിക്കാൻ എനിക്കൊരു വസ്ത്രവുമില്ല. ഈ ധരിച്ചിരിക്കുന്ന ഒരൊറ്റ ജോഡി വസ്ത്രം മാത്രമാണ് എനിക്കുള്ളത്. ഇതൊന്ന് കഴുകിത്തന്ന് സഹായിക്കാൻ എനിക്കൊരു ഖാദിമില്ല. ഫാജിലിസു ഹത്താ അഗ്സിലഹാ, അതുകൊണ്ട് ആ ദിവസമാണ് ഞാൻ എന്റെ വസ്ത്രം കഴുകുന്നത്. പിന്നീട് ആ വസ്ത്രം ഉണങ്ങുന്നത് വരെ ഞാൻ എന്റെ വീടിന്റെ ഉള്ളിൽ കാത്തിരിക്കുന്നതാണ്. അതുകൊണ്ട് ആ ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ എന്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. ഓ അമീറുൽ മുഅ്മിനീൻ, ഇതാണ് എന്റെ അവസ്ഥ എന്ന് പറയുമ്പോൾ, അതുകൊണ്ടാണ് മാസത്തിൽ ഒരു ദിവസം എന്റെ വരണീയരായ ജനങ്ങൾക്ക് എന്നെ കാണാൻ കഴിയാത്തത്. അതുകൊണ്ടാണ് ഒരു ദിവസം ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്തത്. പിന്നെയും ഉമർ തങ്ങൾ ചോദിക്കുന്നു, മാ തശ്കൂന മിൻഹു, സഈദ് ഇബ്നു ആമിറിനെ കുറിച്ചുള്ള നിങ്ങളുടെ അടുത്ത പരാതി എന്താണ്? ജനങ്ങൾ പറയുന്നു, ദിവസങ്ങളിൽ ചില സുപ്രധാനമായ ചർച്ചകൾ നടത്തുമ്പോൾ ഗവർണറാകുന്ന, അധികാരിയാകുന്ന, ഭരണാധികാരിയാകുന്ന ഈ സഈദ് ഇബ്നു ആമിറിന് ബോധക്ഷയം സംഭവിക്കുന്നു. അദ്ദേഹം നിലത്തേക്ക് ബോധം കെട്ടു വീഴുന്നു. ഖാല മാ തഖൂലൂ,
ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, എന്താണ് സഈദേ നിനക്കിതിനെ കുറിച്ച് പറയാനുള്ളത്? ഉടനെ സഈദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഷഹിദ്തു മസ്റഅ ഖുബൈബുൽ അൻസാരി ബിമക്കത്ത, മക്കയിൽ വെച്ച് ഖുബൈബുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു അവിടുത്തെയുടെ രക്തസാക്ഷിത്വം ഞാൻ നേരിൽ കണ്ടിട്ടുണ്ട് അമീറുൽ മുഅ്മിനീൻ. വഖദ് ബദഅത് ഖുറൈശുൻ ലഹ്മഹു, ഖുബൈബുൽ അൻസാരിയുടെ ശരീരം അതാ ഖുറൈശികൾ കീറി മുറിച്ചിരിക്കുന്നതിന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് തങ്ങളെ. സുമ്മ ഹമലൂഹു അലാ ജിദ്അത്തിൻ, ആ ഖുബൈബുൽ അൻസാരിയ ഒരു കഴുമരത്തിലേക്ക്, ഒരു മരത്തടിയിലേക്ക് കെട്ടിത്തൂക്കി നിർത്തിയ ശേഷം ആ ഖുറൈശികൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അതുഹിബ്ബു അന്ന മുഹമ്മദൻ മകാനക, നിന്റെ സ്ഥാനത്ത് മുഹമ്മദായിരുന്നെങ്കിൽ നീ അത് ഇഷ്ടപ്പെടുമായിരുന്നോ ഖുബൈബേ? ഖുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, അല്ലാഹുവാണ് സത്യം, മാ ഉഹിബ്ബു, ഞാൻ ഇഷ്ടപ്പെടുകയില്ല, അന്നീ ഫീ അഹ്ലി വ വലദീ وأن محمدا صلى الله عليه وسلم بشوكتي, എന്റെ ഹബീബായ തങ്ങളുടെ കാലിൽ ഒരു മുള്ളു കൊള്ളുന്നത് പോലും എനിക്ക് ഇഷ്ടപ്പെടുകയില്ല. ഞാൻ എൻ്റെ കുടുംബത്തോടൊപ്പവും മക്കളോടൊപ്പവും സുരക്ഷിതമായിരിക്കുന്ന സമയത്ത് എൻ്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ്, ആ നേതാവിന്റെ കാലിൽ ഒരു മുള്ളു തറയ്ക്കുന്നത് പോലും ഈ ഖുബൈബ് ഇഷ്ടപ്പെടുകയില്ല. ഫദകറതു ദാലികൽ യൗം, ആ ദിവസം എനിക്ക് ഓർമ്മ വരാറുണ്ട്. വതർകീ നുസ്റതഹു ഫീ തിൽകൽ ഹാൽ, ആ സാഹചര്യത്തിൽ അദ്ദേഹത്തിനെ സഹായിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. കാരണം എന്തെന്നറിയുമോ? വാന മുശ്രിക്കുൻ, ആ സമയത്ത് ഞാൻ മുശ്രിക്കായിരുന്നു. ആ സമയത്ത് ഞാൻ അല്ലാഹുവിൽ വിശ്വസിച്ചിരുന്നില്ല, അല്ലാഹുവിൽ വിശ്വസിക്കാത്തൊരു മുശ്രിക്കായിരുന്നു. അതുകൊണ്ട് അല്ലാഹുവിൽ വിശ്വസിച്ചതിന് ശേഷവും ആ പാപം അല്ലാഹു ഒരിക്കലും എനിക്ക് പൊരുത്തപ്പെട്ട് തരില്ലെന്ന് ചിലപ്പോഴൊക്കെ ഞാനങ്ങ് ഭയപ്പെട്ടു പോകാറുണ്ട്. ഇതങ്ങോട്ട് കേൾക്കുന്ന സമയത്ത് അതാ ധീരനായ അമീറുൽ മുഅ്മിനീനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ കരയുകയാണ്. തന്റെ ഗവർണറിനെ കുറിച്ച് ജനങ്ങൾ പരാതി പറഞ്ഞപ്പോ, തന്റെ ഭരണാധാൻ നിശ്ചയിച്ച ഗവർണറിനെ കുറിച്ച് ജനങ്ങൾ ആവലാതി പറഞ്ഞപ്പോൾ അതിന്റെ കാര്യം അന്വേഷിക്കാൻ വന്ന ഉമർ തങ്ങൾ അത്ഭുതപ്പെടുന്നു.